ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റുപോയ 10 വാഹനങ്ങളെ പറ്റിയാണ്. ആൻഡ് നമുക്കറിയാം ഈ മാസം മിക്ക വാഹനങ്ങളിൽ സെയിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷെ എന്നാൽ പോലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ തന്നെയാണ്. ഇതിൻ്റെ സെയിലിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറയും. നമ്മളെന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്, മന്ത് ഓൺ മന്ത് ബേസ് ആയിരിക്കില്ല. അതായത് 2023 നവംബറും 24 നവംബറിലും സെയിൽസാണ് നോക്കുന്നത്. മഹീന്ദ്ര സ്കോർപിയോ എന്നെ കഴിഞ്ഞ മാസം, സ്കോർപിയോ എന്നു മാത്രം പറയാൻ പറ്റില്ല, ക്ലാസിക്കോ എന്നും രണ്ടിനെയും കമ്പൈൻഡ് സെയിൽസ് ആണ്. ഇതിന് രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 12,704 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. 2023 നവംബറിൽ 12,185 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 519 വാഹനങ്ങളുടെ വ്യത്യാസവും 4.26% ഗ്രോത്ത് റേറ്റും ഇതിനകത്ത് നമുക്ക് കാണാം. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര സെയിൽസിൽ വ്യത്യാസമില്ലെന്ന് നമുക്ക് പറയാം. ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ആസ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. പിന്നെ കുറേ കാലമായിട്ട് സ്കോർപിയോ ഏകദേശം 10,000-ന് മുകളിൽ വിൽക്കുന്നുണ്ട്. ചില മാസങ്ങളിലൊക്കെ 15,000 വരെയൊക്കെ പോകാറുമുണ്ട്. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. വാഗണാറിന് കഴിഞ്ഞ മാസം 13,982 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബറിൽ 16,567 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു 2023. അതായത് ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. 2,585 വാഹനങ്ങളുടെ വ്യത്യാസവും 15.6% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം ഇത് തന്നെയാണ്. ഈ ലിസ്റ്റിൽ ആകെപ്പാട് 2 വാഹനങ്ങൾക്ക് ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള വണ്ടി ഇതെന്ന് പറയുമ്പോൾ തീർച്ചയായും കുറച്ച് മോശമാണെന്ന് പറയേണ്ടി വരും. പിന്നെ സ്ഥിരമായിട്ട് ആ ഒരു ടോപ്പ് 3യിൽ നിന്നിരുന്ന വണ്ടിയായിരുന്നു വാഗണാർ. ഈ കഴിഞ്ഞ മാസമാണ് കുറച്ചൊക്കെ താഴത്തേക്ക് ഇറങ്ങി ഈ ഒരു 9th പൊസിഷനിലേക്ക് എത്തിയത്. അതും സെയിലിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതാണ് വാഗണാറിൻ്റെ കേസ്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം മാസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും സെയിലും കൂടുമായിരിക്കും. അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന് കഴിഞ്ഞ മാസം 14,737 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം 2023 നവംബറിൽ 15,311 വാഹനങ്ങൾ സെയിൽ ലഭിച്ചതായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടതെന്നാണെന്ന് വെച്ചാൽ ഈ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് കഴിഞ്ഞ വർഷം നവംബറിൽ ഇറങ്ങിയിട്ടില്ല. ഈ വർഷം ആണ് ഈ വണ്ടി വന്നത്. പക്ഷേ എന്നിട്ട് പോലും കഴിഞ്ഞ വർഷത്തെ വണ്ടിക്ക് ഇതിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട്. 4th ജനറേഷൻ ടു 3rd ജനറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ 574 വാഹനങ്ങളുടെ വ്യത്യാസവും 3.75% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി സ്വിഫ്റ്റ് ആണെന്ന് പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞു ആകപ്പാട് 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉള്ളതെന്ന്. അതിൽ തന്നെ ഒരു വണ്ടി നമ്മുടെ സ്വിഫ്റ്റ് ആണ് എന്നും കൂടെ പറയേണ്ടി വരും. അതിപ്പം ഇതിൻ്റെ സെയിൽ ഒരുപാട് കുറവായിട്ടല്ല, ഇനിയിപ്പം നമുക്ക് അടുത്ത വരും മാസങ്ങളിൽ സെയിൽ കൂടുന്നത് കാണാം. ഇതിപ്പോൾ ഒക്ടോബർ ഫെസ്റ്റിവൽ സീസണായ നവംബറിൽ സാധാരണ ഒരു മാസമായപ്പോഴേക്കുള്ള വ്യത്യാസമാണ്. ഏതായാലും 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 14,882 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. 2023 നവംബറിലൊക്കെ ഈ വണ്ടിയുടെ സെയിൽ 10,000-ൽ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ 9,867 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 5,015 വാഹനങ്ങളുടെ വ്യത്യാസവും 50.83% ഗ്രോത്ത് റേറ്റുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഫ്രോങ്സ്. അതിപ്പോൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല, കാരണം വണ്ടി നല്ലതാണ്. ആൻഡ് ചില മാസങ്ങളൊക്കെ ഇത് ബലേനോയുടെ സെയിലൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം അത്രയും അങ്ങോട്ട് പിടിച്ച് കയറാൻ ഇതിന് പറ്റിയിട്ടില്ല, കാരണം ബലേനോ കുറച്ചുകൂടി മുകളിലാണ്. ബലേനോയുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി സാധാരണ ഉള്ളതിലും കുറച്ചുകൂടി മുകളിലത്തൊരു പൊസിഷനിലാണ് കഴിഞ്ഞ മാസം ബലേനോ നിൽക്കുന്നത്. എനിവേ നമുക്കിനി അടുത്ത വണ്ടി നോക്കാം. ഇനി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 14,918 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ മാസത്തിൽ 2023 13,393 വാഹനങ്ങൾ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1,525 വാഹനങ്ങളുടെ വ്യത്യാസം 11.39% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റും അതുപോലെ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽ മാനേജ് ചെയ്യാനും പറ്റിയിട്ടുണ്ടെന്ന് പറയും. ഈവൻ 1,000-ന് മുകളിൽ സെയിൽ ഉണ്ടെങ്കിലും അത്യാവശ്യം ഹൈ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജിൽ അങ്ങനെ വലിയ വ്യത്യാസം പറയാനില്ലാത്ത. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8,765 പൊസിഷനിൽ നിൽക്കുന്ന വണ്ടികളുടെയൊക്കെ സെയിൽ ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്തായിട്ട് 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സെയിലും ബ്രസയുടെ സെയിലും ഫ്രോങ്സും സ്വിഫ്റ്റും എല്ലാം ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ടുള്ള സെയിലാണ്. 5th പൊസിഷനിൽ വണ്ടി ഏതാ നിൽക്കുന്നതെന്നല്ലേ, അതും മാരുതി സുസുക്കിയുടെ തന്നെയാണ്. ഇവിടെ എർട്ടിഗയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ഇതിന് 15,150 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ 2023 12,857 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2,293 വാഹനങ്ങളുടെ വ്യത്യാസവും 17.83% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഫ്രോങ്സ്, ബ്രസ, അതുപോലെ സ്വിഫ്റ്റ്, വാഗണാർ തുടങ്ങിയ ഇഷ്ടംപോലെ വിറ്റ് പോകുന്ന മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെയൊക്കെ പിന്നിട്ടാണ് നമ്മുടെ എർട്ടിഗ ഇപ്പം ഇത്രയും മുന്നിലേക്ക് കയറിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റൈസ് ചെയ്ത് വരുന്ന ഡിമാൻഡാണ് അവിടെ കാണിക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാം എർട്ടിഗയുടെ ഡിമാൻഡ് വളരെയധികം കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് CNG അതുപോലെ ടാക്സി യൂസിന് അങ്ങനെയൊക്കെയും. അതുപോലെ തന്നെ പേഴ്സണൽ യൂസിനാണെങ്കിൽ പോലും വണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. XL6 പക്ഷേ അത്രയധികം സെയിൽ കയറുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കേസ് വരുന്നത്. എന്തായാലും ഇനിയിപ്പം നമ്മുടെ അടുത്തതായിട്ട് 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോൺ EV, നെക്സോൺ ഡീസൽ, പെട്രോൾ എല്ലാം ഓക്കെ സെയിം ആണ്. CNG ഉണ്ട് നെക്സോണിൽ. ഇതിന് കഴിഞ്ഞ മാസം 15,329 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. നവംബർ
നവംബർ 2023 14,916 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരുന്നത്. 413 വാഹനങ്ങളുടെ വ്യത്യാസവും 2.177% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് നമ്മുടെ നെക്സോൺ. പക്ഷെ അതും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ സെയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞ മാസം ആക്ച്വലി നെക്സോണിൻ്റെ സെയിൽ മന്ത് ഓൺ മന്തിൽ നോക്കുമ്പോൾ കുറച്ച് കൂടിയെന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുന്നേ നെക്സോണിൻ്റെ സെയിൽ വളരെ കുറവായിരുന്നു. മിക്ക മാസങ്ങളിലും 12,000 13,000 ആ റേഞ്ചിലൊക്കെ നെക്സോണിൻ്റെ സെയിൽ ഒരു ഇത്തിരി താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസമാണ് പിന്നെയും ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ച് കയറി വന്നത്. ചിലപ്പോൾ പഞ്ച് അതിനൊരു റീസൺ ആയിരിക്കാം. തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ പഞ്ചാണ്. പഞ്ചിന് കഴിഞ്ഞ മാസം നെക്സോണിനേക്കാൾ കുറച്ചും കൂടെ സെയിൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് 100 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. സാധാരണ ഇതിൽ 2,000-3,000 ഇപ്പോൾ നമ്മൾ ആക്ച്വലി പഞ്ചും നെക്സോണും സെയിൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണാറുള്ളതാണ്. ഈ ഒരു 2024 പകുതി അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ടാണ് നെക്സോണിൻ്റെ സെയിൽ ഡ്രോപ്പ് ചെയ്ത് തുടങ്ങിയതും പഞ്ചിൻ്റെ സെയിൽ വല്ലാതെ കൂടി തുടങ്ങിയതും. കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് മുതൽ തന്നെ, അതായത് ഈ വർഷം സ്റ്റാർട്ടിങ് മുതൽ കഴിഞ്ഞ വർഷം അവസാനം മുതൽ തന്നെ പഞ്ചിൻ്റെ സെയിൽ കൂടി തുടങ്ങിയതായിരുന്നു. 15,000-18,000 വരെയൊക്കെ പഞ്ചിൻ്റെ സെയിൽ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം 15,435 വാഹനങ്ങൾ സെയിലാണ് പഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. നവംബർ 2023 14,383 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. 1,052 വാഹനങ്ങളുടെ വ്യത്യാസവും 7.31% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വലിയൊരു ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഗ്രോത്ത് ഒന്നും വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. ആൻഡ് നല്ല സെയിലും ഇതിന് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ 18 റേഞ്ചിലൊന്നും ഇല്ല എന്നുള്ളൂ, 15 ഇപ്പോഴുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അബോവ് 4 മീറ്റർ മിഡ് സൈസ് SUVസിൻ്റെ കാറ്റഗറിയിൽ സെയിൽസിൽ ലീഡ് ചെയ്യുന്ന വണ്ടി ഇതായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം കുറച്ച് കാലമായിട്ട് മൊത്തം നമ്മൾ SUVസിൻ്റെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ക്രെറ്റ തന്നെയാണ് ആവാറുള്ളത്. എന്തായാലും കഴിഞ്ഞ മാസം 15,452 വാഹനങ്ങൾ സെയിൽസാണ് ഇതിന് കിട്ടിയത്. നവംബർ 2023 11,814 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് നമുക്കിവിടെ 3,638 വാഹനങ്ങളുടെ വ്യത്യാസവും 30.79% ഗ്രോത്ത് റേറ്റുമാണ് പറയാൻ പറ്റുന്നത്. ഈ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ രണ്ടാമതായി നമ്മുടെ ഫ്രോങ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. ചില മാസങ്ങളിലൊക്കെ നമ്പർ 1 വാഹനം ക്രെറ്റ തന്നെ ആവാറുണ്ട്. ഈ SUV എന്ന് പറഞ്ഞ കാറ്റഗറി അങ്ങനെ ഒന്നും നോക്കാണ്ട് തന്നെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ തന്നെ നമ്പർ 1 ക്രെറ്റ ചില മാസങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. എനിവേ, ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ചിലപ്പോൾ നിങ്ങൾ ഊഹിച്ചാണായിരിക്കും നമ്മുടെ ബലേനോ ആണ്. ഇതുവരെ ലിസ്റ്റിൽ ഈ വണ്ടി കണ്ടില്ലോ. ഞാനാണ് നേരത്തെ ഫ്രോങ്സിൻ്റെ കേസിൽ മെൻഷൻ ചെയ്തായിരുന്നു ബലേനോ കുറച്ച് മുകളിലാണെന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ബലേനോ ആണ്. 16,293 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. 2023 നവംബറിൽ 12,961 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. 3,332 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 25.71% ഒരു ഗ്രോത്ത് റേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ബലേനോ തന്നെയാണ് എന്ന് പറയാം. സോ നമുക്കിപ്പോൾ ഓർഡർ അറിയാം. ഫ്രോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെറ്റ, ബലേനോ, ആ ഒരു ഓർഡറിലാണ് ഗ്രോത്ത് പെർസെൻറ്റേജ് പോകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആക്ച്വലി കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികൾ വിട്ട് ആൾക്കാർ ഇപ്പോൾ കൂടുതൽ പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നൊരു ടെൻഡൻസിയാണ്. ഏതായാലും ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.